നമസ്കാരം. ആണുങ്ങൾ ഒരിക്കലും ഇങ്ങനെയാകാൻ പാടില്ല, എങ്ങനെയാകാൻ പാടില്ല. ഞാൻ ഒരു വ്യക്തിയുടെ ജീവിതകഥ നിങ്ങളോട് പറയുകയാണ്. അദ്ദേഹം സാമാന്യം ഭേദപ്പെട്ട ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വളരെ വലിയ മോഹങ്ങളാണ് ജീവിതത്തിലുള്ളത്. പക്ഷെ ഭാര്യയ്ക്ക് ജോലിയില്ല. ഭാര്യയുടെ വിദ്യാഭ്യാസം ഡിഗ്രിയിലും താഴെ മാത്രമാണ്. ഒരു ജോലി കിട്ടാനുള്ള സാധ്യത കുറവുള്ള സ്ത്രീയാണ്. പക്ഷെ അവർക്ക് വളരെ വലിയ മോഹങ്ങളാണ് ജീവിതത്തിലുള്ളത്. ആ മോഹങ്ങളൊക്കെ ഭർത്താവിനെ കൊണ്ട് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി അയാളുടെ മേൽ നല്ല തോതിൽ സമ്മർദ്ദം ചെലുത്തും. ഈ സമ്മർദ്ദത്തിനൊക്കെ കീഴടങ്ങുന്ന ഒരു വ്യക്തിയാണ് ഈ ഭർത്താവ്. അപ്പോൾ ഇവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ സാധിച്ചു കൊടുക്കും. അങ്ങനെ അവർക്ക് ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയും ഏറെക്കുറെ അമ്മയുടെ അതേ രീതിയിൽ തന്നെ അച്ഛനെ കൊണ്ട് തൻ്റെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചെടുക്കുന്ന ഒരു രീതിയിൽ വളരാൻ തുടങ്ങി. ഇവരോടൊന്നും നോ പറയാൻ ഇദ്ദേഹത്തിന് പറ്റില്ല. കാരണം അദ്ദേഹം അവരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഭാര്യയെയും മകളെയും വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അവരാവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയും സാധിച്ചു കൊടുക്കാൻ മാത്രമേ അദ്ദേഹം ശ്രമിക്കുകയുള്ളൂ. അദ്ദേഹത്തിന് സാമാന്യം ഭേദപ്പെട്ട വരുമാനമൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ചിന്തിക്കാതെ പോയൊരു വിഷയം, കിട്ടുന്ന പണം മുഴുവനും ചെലവഴിഞ്ഞ് പോവുകയാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കുറച്ച് പണം മാറ്റിവെക്കാൻ ഒരിക്കലും സാധിക്കുന്നില്ല. കാരണം കിട്ടുന്ന പണത്തിനേക്കാൾ ഏറെ ആവശ്യങ്ങൾ ഭാര്യയും മകളും ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ അദ്ദേഹം സാധിച്ചു കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ടൂറിന് പോവുക, വീട്ടിൽ വേണ്ടതും വേണ്ടാത്തതുമായ പല സാധനങ്ങൾ വാങ്ങുക, ചില റിനോവേഷൻ വർക്ക്സ് നടക്കുക, ഉള്ള വണ്ടി വിറ്റിട്ട് പുതിയ മോഡൽ വണ്ടി വാങ്ങുക, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്ത് അദ്ദേഹത്തിന് കിട്ടുന്ന പണം മുഴുവൻ തീർന്ന് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ട വിവരം പക്ഷേ അദ്ദേഹം വീട്ടിൽ പറഞ്ഞില്ല. അദ്ദേഹം ഭാര്യയിൽ നിന്നും മകളിൽ നിന്നും ജോലി നഷ്ടപ്പെട്ട വിവരം ഒളിച്ചു വെച്ചുകൊണ്ട് എല്ലാ ദിവസവും ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പോകും. മറ്റൊരു ജോലി എവിടെയെങ്കിലും കിട്ടും എന്നുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടല്ല. ബിസിനസ് കുറഞ്ഞു പോയതുകൊണ്ട് കമ്പനി കുറച്ച് സ്റ്റാഫുകളെ വേണ്ടെന്ന് വെച്ചു. അക്കൂട്ടത്തിൽ നിർഭാഗ്യവശാൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മറ്റൊരു ജോലി കിട്ടും എന്നുള്ള ഒരു ചിന്തയിൽ തനിക്ക് ജോലി പോയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും മകളും എന്ത് ചിന്തിക്കും, അവർക്കത് വിഷമമാകും. അവർക്കങ്ങനെ ഒരു ഷോക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ മനുഷ്യൻ അത് അവരിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ച് മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് 3-4 മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലിയൊന്നും കിട്ടുന്നില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന ആൾക്കാരിൽ നിന്നൊക്കെ അദ്ദേഹം പണം തിരിച്ചു മറിച്ചാണ് വീട്ടിലെ കാര്യങ്ങൾ സാധിക്കുന്നത്. അപ്പോഴും ഭാര്യയ്ക്കും മകൾക്കും അറിഞ്ഞുകൂടാ ഈ മനുഷ്യന് ജോലി നഷ്ടപ്പെട്ടു, ഇങ്ങനെ കടം വാങ്ങിയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവർ പഴയതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അദ്ദേഹം അതെങ്ങനെയെങ്കിലും സാധിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹം അനുദിനം മാനസിക സമ്മർദ്ദത്തിൽ നിന്നും കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് വീഴുകയാണ്. അങ്ങനെ ഏതാണ്ട് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പണം കടം കിട്ടാതായി. അദ്ദേഹത്തിന് ജോലിയും ശരിയായില്ല. കടം കൊടുത്ത ആൾക്കാരൊക്കെ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. നിങ്ങളെന്തുകൊണ്ടാണ് പണം തിരികെ തരാത്തത്? ഞങ്ങളുടെ പണം വേണം. അങ്ങനെ അദ്ദേഹം വല്ലാത്ത ഒരു ദുരവസ്ഥയിലെത്തി. ചില കടക്കാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് പണം ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഭാര്യ ഇദ്ദേഹം കടം വാങ്ങിയിട്ടുണ്ട് എന്നറിയുന്നത്. ഒടുവിൽ 3-4 കടക്കാർ ഒരുമിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയോടും മകളോടും തൻ്റെ അവസ്ഥ തുറന്ന് പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. അത് അവർക്കൊരു ഷോക്കായിട്ട് മാറിയെങ്കിലും അവരദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഞങ്ങളോട് പറയാമായിരുന്നു. അത് നിങ്ങൾ ചെയ്ത ഒരു വലിയ തെറ്റാണ്. അങ്ങനെ അദ്ദേഹത്തെ അവർ നന്നായിട്ട് കുറ്റപ്പെടുത്തി. പിന്നീട് അദ്ദേഹം ഭാര്യയുടെ സ്വർണമോ ഒക്കെ കൊണ്ടുവന്നിട്ട് കുറേ വിൽക്കുകയും പണയം വെക്കുകയും ഒക്കെ ചെയ്ത് കടമെല്ലാം വീട്ടി. കടമെല്ലാം വീട്ടി കഴിഞ്ഞിട്ട് ഏറെക്കാലം കഴിഞ്ഞ് അദ്ദേഹത്തിന് മറ്റൊരു ജോലി കിട്ടി. ജീവിതം മുമ്പോട്ട് സാധാരണ മട്ടിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം മുമ്പ് പറ്റിയ അബദ്ധത്തിൽ നിന്നും ഒരു വലിയ പാഠം ഉൾക്കൊണ്ടു. അദ്ദേഹം ജോലി കിട്ടാതെ പണമില്ലാതെ ജീവിച്ച സമയത്ത്
പണത്തിൻ്റെ വില എന്താണെന്നുള്ളത് നന്നായിട്ട് ഭാര്യയും മകളും അദ്ദേഹവും തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് അവരുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത വരുന്നത്, അന്ന് നമുക്ക് നല്ല പണമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആ സാഹചര്യത്തിൽ കുറച്ച് പണം മാറ്റിവെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. ഈ ബുദ്ധിമുട്ട് സമയത്ത് നമുക്ക് ആ പണം ഉപകരിച്ചേനെ എന്നവർ ചിന്തിച്ചു. ആ ഒരു ചിന്ത അവർക്കുണ്ടാകാനായിട്ട് അദ്ദേഹത്തിനൊരു ദുരനുഭവം ഉണ്ടാകേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആ ഭർത്താവ് തന്നെയാണ്. ഭാര്യയോ മകളെയോ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്, സ്ത്രീകൾ എപ്പോഴും കൂടുതലും വൈകാരികമായിട്ട് ചിന്തിക്കുന്നവരാണ്. പ്രായോഗികമായിട്ടുള്ള ചിന്ത അവർക്കില്ല, ഭൂരിപക്ഷം സ്ത്രീകൾക്കുമില്ല. എന്നെ കേൾക്കുന്ന സ്ത്രീകളെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ വെച്ച് പറയുന്നതാണ്. അതായത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു രീതി വളരെ കുറവാണ് സ്ത്രീകൾക്ക്. അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ എപ്പോൾ തോന്നുന്ന ഏതാഗ്രഹവും സാധിക്കണം. അവർക്ക് ചില മോഹങ്ങൾ കാണും. പഴയ മാല മാറി പുതിയ സ്വർണ്ണമാല എടുക്കണം, അല്ലെങ്കിൽ ധാരാളം വസ്ത്രങ്ങൾ ഉണ്ടായിട്ടും പുതിയ സാരി വേണം, പുതിയ ചുരിദാർ വേണം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ പോരെ എന്നൊന്നും അവർ ചിന്തിക്കില്ല. അവർക്ക് തോന്നുമ്പോൾ അത് വേണം. വീട്ടിലിപ്പോൾ 10 പാത്രങ്ങളുണ്ടെങ്കിൽ ശരി, 11ാമത് മറ്റൊരു പാത്രം കൂടി വേണം. അതിൽ കറിയൊന്നും വെക്കാനല്ല, പുതിയൊരു പാത്രം കണ്ടു, ഇഷ്ടപ്പെട്ടു, അത് വേണം. എന്നാൽ ഇതിൻ്റെ പണം ചിലവാകും. ഇങ്ങനെ ചിലവാകുന്ന പണം വെറുതെ പോവുകയാണ്. ഈ പാത്രം നാളെ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കൊടുത്ത പണം കിട്ടില്ല. ഇങ്ങനെയൊന്നും അവർ ചിന്തിക്കില്ല. അവർക്കപ്പോൾ ഒരു മോഹമുണ്ടായി, അത് സാധിക്കണം. അപ്പോൾ അതിനൊക്കെ തുള്ളാൻ നിൽക്കുന്ന ഒരു ഭർത്താവാണ് കൂടെ ഉള്ളതെങ്കിൽ അയാൾ ഇതുപോലെയുള്ള വലിയ വലിയ ദുരിതങ്ങളിൽ ചെന്നുകൊള്ളും. അതുകൊണ്ട് നിങ്ങൾ ഒരു ഭർത്താവാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞു പോകുന്നതെങ്കിൽ, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കണമെന്ന് മാത്രമല്ല, നിങ്ങൾ ഭാവിയിലേക്ക് ഒരല്പസ്വല്പം പണം അതിൽ നിന്ന് മാറ്റിവെക്കുകയും വേണം. നിങ്ങൾക്ക് 10,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ 8,000 കിട്ടുന്നുള്ളൂ എന്ന് ചിന്തിക്കണം. 2,000 മാറ്റിവെക്കണം. 20,000 കിട്ടുന്നുണ്ടെങ്കിൽ 15,000 കിട്ടുന്നുള്ളൂ എന്ന് കരുതണം. 5,000 മാറ്റിവെക്കണം. അങ്ങനെ നിർബന്ധപൂർവ്വം നിങ്ങൾ നാളേക്ക് വേണ്ടി ഒരല്പം പണം മാറ്റിവെക്കണം. നമ്മളെല്ലാവരും കണ്ടതാണ്, കൊറോണ വന്ന സമയത്ത് 5 പൈസ കയ്യിലില്ലാതെ പലരും കിടന്ന് നട്ടം തിരിഞ്ഞു. എന്നാൽ അല്പസ്വല്പം മിച്ചം വെച്ച് ജീവിച്ചു കൊണ്ടിരുന്ന ആൾക്കാർക്കൊന്നും അപ്പോഴും പ്രയാസമുണ്ടായിട്ടില്ല. നമ്മൾ ഉറുമ്പിനെ കണ്ട് പാഠം പഠിക്കണം. ഉറുമ്പ് വേനൽക്കാലം വരുമ്പോൾ കഷ്ടപ്പെട്ട് നടന്ന് ആഹാരം സമ്പാദിക്കും, എന്നിട്ട് അതുകൊണ്ട് ശേഖരിച്ചു വെക്കും. മഴക്കാലം വരുമ്പോൾ സുഖമായിട്ട് അവയുടെ ഭക്ഷണം അവിടെ ഇരുന്ന് കഴിക്കും. നമ്മളും ഇതുപോലെ തന്നെ ആയിരിക്കണം. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ ജോലി ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് കിട്ടുന്ന പണം കത്തിച്ചു കളയരുത്. കൂടെ താമസിക്കുന്ന ഭാര്യയും മകളും അല്ലെങ്കിൽ മകനും, അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ അച്ഛനമ്മമാർ, അതല്ലെങ്കിൽ സഹോദരങ്ങൾ, അതല്ലെങ്കിൽ കൂട്ടുകാർ, പലരും നമ്മളെ സ്വാധീനിക്കും. നമുക്കത് ചെയ്യാം, ഇത് ചെയ്യാം, പുതിയ വണ്ടി വാങ്ങാം, അല്ലെന്നുണ്ടെങ്കിൽ വീട് പൊളിച്ച് പണിയാം, അതല്ലെങ്കിൽ നമുക്ക് പോയിട്ട് ടൂറിന് പോകാം, അമേരിക്കയിൽ ടൂറിന് പോകാം, അല്ലെങ്കിൽ നമുക്ക് ലണ്ടനിൽ ടൂറിന് പോകാം, എത്രയോ ആൾക്കാർ പോകുന്നു, ഇനി എന്ന് പോകാനാണ്, ഇങ്ങനെയൊക്കെ പലതും പറയും. പക്ഷെ നമ്മൾ നമ്മുടെ പോക്കറ്റിൽ പണമുണ്ടെങ്കിൽ മാത്രമേ അതിന് ശ്രമിക്കാവൂ. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് എന്തെങ്കിലും സാധനം വാങ്ങി കൂട്ടുന്നതോ കറങ്ങാൻ പോകുന്നതോ ഒന്നുമല്ല. മറിച്ച് നമ്മൾ എവിടെ ജീവിച്ചാലും ആ ജീവിക്കുന്ന സ്ഥലത്ത് സന്തോഷത്തോടെ സംതൃപ്തിയോടുകൂടി ജീവിക്കുന്ന ഒരു മനോഭാവമാണ്. ആ മനോഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി യാത്ര പോകേണ്ട കാര്യമില്ല, സന്തോഷിക്കാൻ വേണ്ടി ഷോപ്പിംഗ് നടത്തേണ്ട കാര്യമില്ല, സന്തോഷിക്കാൻ വേണ്ടി ആരെയും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറത്തായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമായിരിക്കും. അതുകൊണ്ട് എല്ലാ ഭർത്താക്കന്മാരും ദയവേത് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ അധ്വാനിച്ച് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഷ്ടകാലം വരും എന്നൊരു ചിന്ത മനസ്സിൽ വേണം. കഷ്ടകാലം ഉറപ്പായിട്ടും വരും, വരില്ല നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ കഷ്ടകാലം വരാതെ പോയിട്ടുള്ള ഒരാളുമില്ല. ഏതെങ്കിലുമൊക്കെ തരത്തിൽ കഷ്ടകാലം വരും. ആ കഷ്ടകാലം വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണ് പണം. ആ സമയത്ത് നിങ്ങൾ ചെന്നിട്ട് നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോട് കുറച്ച് പണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കില്ലെന്ന് മാത്രമല്ല, അവർ നിങ്ങളെ വളരെ പുച്ഛത്തോടുകൂടി കാണും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറ്റൊരാളിൽ ആശ്രിതനായി പോകാതിരിക്കാൻ വേണ്ടി വീട്ടിലൊപ്പം താമസിക്കുന്ന ആൾക്കാരുടെ അത്യാഗ്രഹങ്ങളെയും അനാവശ്യ ചിലവുകളെയും നിയന്ത്രിച്ച് നമുക്ക് വേണ്ടത് മാത്രം വാങ്ങുക, നമ്മൾ ആവശ്യം അറിഞ്ഞ് മാത്രം ജീവിക്കുക, മോഹങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുക എന്നുള്ളൊരു പോളിസി എടുത്തുകൊണ്ട് നമ്മൾ ബുദ്ധിയോടുകൂടി ജീവിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വലിയ ദുരിതത്തിൽപ്പെട്ടു പോകും. ആ ദുരിതത്തിൽ നമ്മളെ സഹായിക്കാൻ മറ്റാരും കാണില്ല. അതുവരെ നമ്മളെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന പലരും നമ്മളെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഗ്രിപ്പ് വേണം. ആ ഗ്രിപ്പ് പണമായിരിക്കണം. ആ പണം നമ്മൾ ഭദ്രമായിട്ട് കരുതലോടെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ച് നമുക്ക് ദുരിതകാലം വരുന്ന സമയത്ത് ഉപയോഗിക്കത്തക്ക പോലെ നമ്മുടെ റീച്ചിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം. നമുക്ക് എപ്പോഴെടുക്കണോ അപ്പോൾ എടുക്കാൻ പറ്റുന്നത് പോലെ സുരക്ഷിതമായൊരിടത്ത് തന്നെ നമ്മൾ ധനസമ്പാദനം നടത്തണം.
ഇത് എല്ലാ പുരുഷന്മാരും എല്ലാ ഭർത്താക്കന്മാരും ദയവ് ചെയ്ത് പിന്തുടരണം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, കഷ്ടകാലം എന്നൊന്ന് നിങ്ങളെ സ്പർശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. താങ്ക് യു.